നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് സബ് ചെയ്തിട്ടുണ്ട്, വളരെ താങ്ക്സ്. ഇനി മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ, ഈ ഒരു നടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം സബ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം പരക്കുന്നൊരു വാർത്തയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാർട്ടിൻ എന്ന് പറയുന്ന ഉണ്ടാക്കിയെടുത്താൽ ഒരു വ്യാജ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ ഈ പറയുന്ന ലാലാണ്. ലാലിന്റെ മകനും കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ദിലീപ് നിരപരാധിയാണ് എന്നൊരു വെർഷൻ എന്നൊരു സാധനം ഇപ്പൊ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന് അവരെടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാൽ ഇതിൽ ബന്ധമുണ്ടോ, ലാൽ നിരപരാധിയാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് എൻ്റെ അഭിപ്രായം പറയാം. അതിനു മുമ്പേ ഇവിടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം പരക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണി ബി ടൂല് നമ്മുടെ ഈ പറയുന്ന നടി അഭിനയിച്ചല്ലോ. അഭിനയിച്ചപ്പോൾ അവിടെയുള്ള സംവിധായകനെതിരെ ഒരു യുവ നടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നോ, അല്ലെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ ശരീരം മറ്റൊരു പെൺകുട്ടിയുടെ ശരീരം എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തു, എൻ്റെ നഗ്നചിത്രം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തത് നടിയാണ്, ഈ അതിജീവിതയാണ് നടി കൊടുത്തത്. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഇതെല്ലാം കൂടി കൊണ്ടുവന്നത് ഈ പറയുന്ന ദിലീപിന്റെ തലയിലേക്ക് ഇടുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. ആദ്യം നമുക്ക് ഈ പറയുന്ന ഒരു വാർത്ത ആദ്യം കേൾക്കാം. ആ വാർത്തയിൽ ഈ ഒരു നടിയെ കാണിക്കുന്നുണ്ട്. ആ നടിയെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അത് ഈ പറയുന്ന അതിജീവിതയാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മറ്റൊരു വാർത്തയും കൂടി ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോകാം. ഓക്കെ. ഈ കേസിൽ യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയ ഘട്ടത്തിലാണ് പ്രതികളായ ജിപ്പോൾ ലാൽ അടക്കമുള്ള പ്രതികൾ എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര കമ്മീഷണർ പി ഷംസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ പ്രതികൾക്കെതിരെ പ്രാഥമികമായി ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നും യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായതായും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. മറ്റൊരു നടിയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നാണ് നടിയുടെ പ്രധാന പരാതി. എന്നാൽ ബോഡി ഡബിൾ നടന്നിട്ടില്ലെന്നും 1 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. കേസിൽ വെള്ളിയാഴ്ച വിശദമായ വാദം കേൾക്കും. അതിനിടെ സിനിമയുടെ ചിത്രീകരണം നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിൽ വെച്ച് പോലീസ് തെളിവെടുത്തു. CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാനും നീക്കമുണ്ട്. ഹണിബി 2വിന്റെ CD പരിശോധിച്ച പോലീസ് സെൻസർ കോപ്പിയും വിശദമായി പരിശോധിക്കും. നേരത്തെ കോസ്റ്റ്യൂം ഡിസൈനറെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കണ്ടല്ലോ, ഇതാണ് ആ വാർത്ത. ലാലിന്റെ മകനായ ജീൻ പോൾ ലാലിന് എതിരായിട്ടാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞ് കേസൊക്കെ എടുത്തു. മനസ്സിലായില്ലേ? വാർത്തകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു നടിയുടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ആ നടിയുടെ ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇരയാണോ, ഈ ഇര അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്, ഈ ഇരയാണ് കേസ് കൊടുത്തത് എന്നുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. ഇനി ഇത് പറയുന്നത് സത്യമാണോ എന്നുള്ളതാണ്. ഇതിന് മറുപടിയായിട്ട് ഈ പറയുന്ന ലാൽ തന്നെ ഈ പറയുന്ന ചാനലുകൾക്ക് ഒരു ബൈറ്റ് കൊടുത്തു. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ഈ നടി എന്നുള്ളത്. അതും കൂടി ഞാൻ ഇവിടെ വെക്കാം. അതും കൂടി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് ആ നടിയാണോ, ഈ പറഞ്ഞു വരുന്നതൊക്കെ സത്യമാണോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു സാധനം കൂടി വെക്കാം. ഇത് ഈ കുട്ടി ഈ ഹണിബി 2 എന്ന് പറയുന്ന പടത്തില് ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നൊരു കുട്ടിയാവും, ചെറിയ വേഷത്തിന്. പക്ഷെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ലെനയുടെ ചേട്ടന്റെ മകൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട്, അപ്പൊ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി. അപ്പൊ അങ്ങനെ വേണം, കുറച്ച് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഫോട്ടോ കൊണ്ടൊന്നും ചെയ്യുന്ന കാണിച്ചു. ഓക്കെ, ലാൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ പെൺകുട്ടി ഒരൊറ്റ സീനിൽ മാത്രം അഭിനയിക്കാൻ വേണ്ടി വന്ന പെൺകുട്ടിയാണ്. അതിൽ അഭിനയിക്കുന്ന ലെനയുടെ ചേട്ടന്റെ മോളോ ചേച്ചിയുടെ മോളോ, അമേരിക്കയിൽ എവിടെയുള്ള ഇംഗ്ലീഷ് മാത്രം അഭിനയിക്കാൻ അറിയണം, അങ്ങനെ ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വലിയ മോഡേണായ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആ ഒരു പെൺകുട്ടിയാണ് ഇത് എന്നാണ് ലാൽ പറയുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ ഇത് ഏതോ ചാനലിൽ ഏതോ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടോ കുട്ടി. അപ്പോൾ ജെയിം പറഞ്ഞു കാണാൻ കൊള്ളാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വന്നു, ഇവിടെ വീട്ടിൽ വന്നു. ഞാനും എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് കുട്ടിയായിട്ട് സംസാരിച്ചത്. കഥയും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു പോയി. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ അപ്പൊ ഇവിടെ വിളിച്ചത് ബാസി വഴിയായിട്ട്. ബാസിയുടെ നമ്പർ ഉണ്ടായിരുന്നു, ബാസിക്ക് അറിയാമായിരുന്നു. ബാസി വിളിച്ചിട്ട് അങ്ങനെ വന്നു, കണ്ടിട്ടൊക്കെ പോയി.
പിന്നെ ഷൂട്ടിംഗ് തുടങ്ങാറായ ദിവസങ്ങളിൽ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കണ്ടായിരുന്നു. ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടിയല്ല. പിന്നെ എങ്ങനെയോ ബന്ധപ്പെട്ട് അവസാനം ഷൂട്ടിങ്ങിൻ്റെ ഈ കുട്ടിയുടെ ദിവസം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം വന്നു. കയ്യിൽ ടെമ്പററി ടാറ്റു കുത്തണമായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം അവൾ അന്ന് കുത്തി, അത് തീർന്നില്ല. പിറ്റേ ദിവസം വന്നിട്ട് അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ശ്രീനിവാസൻ എന്ന ആരോഗ്യപരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഷുഗറിൻ്റെ പ്രശ്നം. സീനി കുറച്ച് നേരത്തെ പോയക്കളാന്ന് പറഞ്ഞുകൊണ്ട് സീനിയുടെയും ലെനയുടെയും ഒരു പ്രശ്നമാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. അല്ലാണ്ട് ഞാൻ ഇതിനൊക്കെ എന്നെ കൊണ്ട് കാലത്ത് കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നൊരു കുട്ടിയാണെന്ന് ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് സീനിയായിട്ടുള്ള സീൻ എടുത്തു. പിറ്റേ ദിവസം കാലത്ത് ബാസിയായിട്ട് കോട്ടൂരിലൊരു ഓക്കെ, ഒറ്റ സീനിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെന്താണ്, പിന്നെ ടാറ്റു കുത്തണമായിരുന്നു. ഇവള് പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത്. അതുപോലെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു ചില ടി വിയിലൊക്കെ ആങ്കറിങ് ചെയ്ത കൊച്ചാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ക്രൂ നിങ്ങൾക്ക് ആരാണെന്ന് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഈ പെൺകുട്ടി ആരാണ് എന്നുള്ളത്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ അതിൻ്റെ കാസ്റ്റ് ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഫോട്ടോയും കൂടി നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഈ കൊച്ച് ആരാണെന്നുള്ളത്. സീൻ എടുക്കാണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കേട്ടറിവുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാൻ ആ സീനിലും ഇല്ല. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാനുള്ളത് ഇവള് കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു. ഷോട്ടല്ല, ഇറങ്ങുന്നു, ആസിഫൊക്കെ ചെന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സീനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റ്, അപ്പോൾ ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ലൈറ്റ് പോകുന്നു. ഇവളെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജെയിന് അല്ലെങ്കിൽ തന്നെ ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. കാരണം ഇവളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ ജെയിൻ പറഞ്ഞ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. ഇവളപ്പോൾ തന്നെ പെട്ടിയെടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേ വീണ്ടും കുറേ ഡയലോഗ് പോർഷൻസ് ഒക്കെ എടുക്കാണ്ട്. അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ ഇവിടെ മൊഴി ചോദിച്ചപ്പോൾ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാക്കനാട്. അങ്ങനെ ആ പോർഷൻസ് മൊത്തം സീനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു കുട്ടി ആ ഡ്രസ്സ് ഇടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ആ സീൻ അവസാനിപ്പിക്കുന്നത്. കാരണം റമദയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ദിവസം പോയി ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ശ്രീനിവാസൻ ലെനയൊക്കെ വീണ്ടും കൊണ്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യം. അതുകൊണ്ട് കോസ്റ്റ് കൂടെ കൂടുന്ന കൊണ്ടിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് സീൻ കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സീൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയിട്ട് ഇനി ഇപ്പോൾ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും കൊടുക്കണ്ട. ഓക്കെ, ഇതാണ് ലാൽ പറയുന്ന വെർഷൻ. അതായത് നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവാം, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പരത്തുന്ന നടിയല്ല എന്നുള്ളത്. ഈ അതിജീവിതയല്ല ഇവർ പറയുന്നത്. ഒരു സീനിൽ മാത്രം അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഈ ലാൽ പറയുന്നതാണോ സത്യം, ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇനി പെൺകുട്ടി അത് വേറെ വിഷയം, അത് നമ്മുടെ വിഷയമേ അല്ല. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ പറയുന്ന അതിജീവിതയല്ല കേസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന 1-2 റോളിൽ അഭിനയിക്കാതെ ലെനയുടെ ചേട്ടന്റെ മകളായിട്ട് അഭിനയിക്കാൻ വരുന്ന, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ വെച്ച് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്നോ അങ്ങനെ അവസാനം ഈ ലാല് തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് 50,000 രൂപ എന്താണ് അതിന് പറഞ്ഞു ഉറപ്പിച്ചത്. അവൾക്ക് കൊടുക്കണ്ട, അവൾ പൂർണ്ണമായിട്ട് അഭിനയിച്ചില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട എന്ന് പറയുകയും ഈ പെണ്ണ് എന്ത് ചെയ്തു, ഈ പെൺകുട്ടി പോവുകയും അതിനുശേഷം കുറച്ച് റോളുണ്ടല്ലോ, അപ്പം ഇവളില്ലാതെ എടുക്കാൻ പറ്റാത്ത റോളിൽ ഇവളുടെ ബാക്ക്, അതായത് ഇവളെ സാദൃശ്യമുള്ള ഒരാളെ ബാക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു സീൻ എടുത്തു. അതായത് ക്ലോസപ്പ് എടുക്കാതെ ബാക്ക് നിർത്തി. അതിനെയാണ് എൻ്റെ അനുവാദമില്ലാതെ മറ്റാരുടെയൊക്കെ സംഭവമൊക്കെ വെച്ച് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കേസ്, ഈ ഒരു സാധനം, അപ്പം നിങ്ങളുടെ ഈ ഒരു നരേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇങ്ങനെ ഒരു സ്റ്റോറി പരക്കുന്നുണ്ട്, ഈ ലാലാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളത്. ഇനി ലാലിന് ഇതിന് ഇൻവോൾവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ലാലാണോ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്തൊരു ചില സമയത്തൊക്കെ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നും. അത് ലാലാണ് ഇത് ചെയ്തത് എന്നല്ല, ലാലിന് ഇതിന് പങ്കുണ്ടോ? ഇനിയിപ്പോൾ ലാലും ഈ പറയുന്ന ദിലീപും കൂടി അറിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ദിലീപ് ചെയ്ത കേസിൽ ലാലിനെ നേരത്തെ അറിയാമായിരുന്നു എന്നെനിക്ക് ചിലപ്പോഴൊക്കെ ഡൗട്ട് തോന്നാറുണ്ട്. ഈ പറയുന്ന ലാലിന്റെ പല സ്റ്റേറ്റ്മെന്റ്, മുമ്പ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇപ്പോഴും കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ നമുക്കൊരു കൂട്ടി വായിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ തെറ്റായിരിക്കാം, എനിക്കങ്ങനെ തോന്നുന്നു ചിലപ്പോൾ ഇനി ലാലിന് അറിയാം ഈ പറയുന്ന ദിലീപാണ് ഇത് ചെയ്തത്, അതിനെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ ലാൽ ഇങ്ങനെ പറയുന്നത് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത് മാറ്റണമെങ്കിൽ, അതായത് ഈ നമ്മൾ അറിഞ്ഞത് എന്താണ്, ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ലാലിന്റെ വീട്ടിൽ വരുന്നു, ഈ ലാലാണ് നടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നത്. ലാലിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ പറയുന്ന ഈ നടി എന്ത് ചെയ്ത് കേസ് കൊടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കുന്ന വാർത്തകൾ വന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ആദ്യം അറിയാനുള്ളത്. അതിപ്പോൾ ഈ നടിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ലാലു പറഞ്ഞിട്ടാണോ
ഇവിടെ കേസ് കൊടുത്തത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് നിർബന്ധിച്ചത് കൊണ്ടാണോ കേസ് കൊടുത്തത് എന്നുള്ളത്. ഇനി ലാല് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തെങ്കിൽ നമുക്ക് ലാൽ നേരത്തെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു മൗന സാരണം ലാലിന്റെ പിന്നെ എന്താണ് ഈ പറഞ്ഞ ലാൽ ക്രിയേഷനിലാണ് ഈ ഒരു സംഭവം നടന്നത്. ലാലാണ് പിന്നെ കാറ് വിട്ടുകൊടുത്തത്. ഈ ലാലും ഈ പറയുന്ന ഈ ലാൽ ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം, ലാലും ഈ പറയുന്ന ദിലീപ് അതിന്റെ ഒരു പാർട്ട്ണറാണ്. ഇവർ തമ്മിൽ അറ്റ സുഹൃത്തുക്കളാണ്. അപ്പം അറ്റ സുഹൃത്തുക്കളായി വരുന്നു. അവരുടെ വണ്ടി ഇവർ തന്നെയാണ് പിന്നെ ഡ്രൈവർ അറേഞ്ച് ചെയ്തത്. അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ലാലിന് ഒന്നുകിലേ മുമ്പേ അറിയാം, ലാൽ ചിലപ്പോൾ ഇതൊരു പങ്കാളിയായിരിക്കും, ശരി ഇങ്ങനെയൊക്കെയാണ് പങ്കാളി ആയിരിക്കാം. മേ ബി ഈ പറയുന്ന ദിലീപിനെ രക്ഷപ്പെടുത്തുന്നതായിരിക്കാം. ഡയറക്റ്റ് പങ്ക് ദിലീപിന് തന്നെയാണ്. പക്ഷെ ഇവൻ ഇത് അറിയാമായിരിക്കും എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ആ തോന്നൽ മാറ്റണമെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ നടി കേസ് കൊടുക്കാനുള്ള കാരണം ലാലാണ്. ആ ലാൽ നിർബന്ധിച്ച് ലാലിന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഈ പറയുന്ന നടി കേസ് കൊടുത്തത് എന്ന് പറഞ്ഞ് നമുക്ക് ലാലിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി അതിനുശേഷം ചിലപ്പോൾ ഇൻ കേസ് നിങ്ങൾ വേറൊരു ഉദാഹരണം പറയാം. ലാൽ ആ സമയത്ത് ലാലിന് ഇതിനെപ്പറ്റി അറിയത്തില്ല, അതായത് ആരാണ് ചെയ്യിപ്പിച്ചത് ലാലിന് അറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം നടി വന്ന് പറയുമ്പോൾ ലാലായപ്പോൾ ഞാനായാലും നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ നീ പേടിക്കേണ്ട, നീ ഇത് കേസ് കൊടുത്തില്ലെങ്കിൽ നാളെ നിന്റെ ഈ ഒരു സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ അപ്പം എന്ത് മറുപടി പറയും എന്നൊക്കെ പറയുമ്പോൾ അവരൊരു അതായിരിക്കും നല്ലത്, ഇപ്പോഴും കേസ് കൊടുത്തത് അത്രയെങ്കിലും നല്ലത്. അന്ന് അവളെ കേസ് കൊടുത്തത് കൊണ്ട് ഇപ്പം എല്ലാവരും അവളെ എന്ത് ചെയ്യുന്നു, അവളെ പിന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല, എന്നിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ അന്ന് കേസ് കൊടുത്തില്ലായിരുന്നു ഈ വീഡിയോ പുറത്തും കൂടി വന്നിരുന്നെങ്കിൽ സ്ഥിതി മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ലാല് ഈ പറയുന്ന അവളെ നിർബന്ധിച്ചുകൊണ്ട് കേസ്, അതിനുശേഷമായിരിക്കാം അവൻ അറിഞ്ഞത് ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ദിലീപ് വന്ന് ദിലീപിന്റെ ഹോൾഡ് അറിയാലോ, ദിലീപിന്റെ പവർ അറിയാലോ, മണി പവർ, മസിൽ പവർ, എല്ലാ രീതിയിലും അവൻ പവറാണ്. അതിനുശേഷം അവൻ തന്നെ വന്ന് ലാലിനെ പറഞ്ഞു റെഡിയാക്കി ഈ പറയുന്ന ദിലീപ് ഈ ലാൽ വിചാരിച്ചിട്ടുണ്ടാവും അവനോട് വന്നിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് സിനിമ നിൽക്കണേൽ ഈ പറയുന്ന ഇവൻ എന്ന് വെച്ചാൽ എന്റെ പാർട്ണർ കൂടിയാണ്. അതുകൊണ്ട് അവന്റെ പക്ഷം. പിന്നെ അതിനുശേഷമുള്ള ബൈറ്റുകളിലെല്ലാം എപ്പോഴും പുള്ളി പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന ദിലീപാണ് അത് ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പല ആവർത്തി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പല ഇങ്ങനെ സ്റ്റേറ്റ്മെന്റും എന്താണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ. ഫസ്റ്റ് പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, ചെറിയൊരു കള്ളത്തരമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കൊരു കള്ളത്തരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി ഞാൻ തള്ളിക്കളയുന്നില്ല എന്നും പറഞ്ഞ് ഇത് ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന നമ്മുടെ ജനപ്രിയ നായകൻ തന്നെ എന്നുള്ളതിന് എനിക്കൊരു മാറ്റവുമില്ല, എനിക്കൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ലാലും കൂടി അറിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ലാലിന് പിന്നെ അറിയാമായിരുന്നു, അതിനുശേഷം അറിഞ്ഞു, അതിനുശേഷം ഈ പറയുന്ന ദിലീപ് ഇവളെ വഞ്ചിച്ചുകൊണ്ട് ദിലീപിന്റെ കൂടെ നിൽക്കുന്നതാണോ എന്നുള്ളതൊക്കെ അത് ഇനി വരണം. അതൊക്കെ ഇനി തെളിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.